ആമപ്പാറക്ക് നടന്നു പോവുകയാണ്. രാമക്കൽമേൽ നിന്ന് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. 2 കിലോമീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് കയറ്റമുണ്ട്. വഴി കുറച്ചും കൂടി ഉണ്ട്. വഴിയൊന്നുമില്ല. അത് ജീപ്പിന് പോകാനായിട്ട് ഇവർ വഴിയൊന്നും ആക്കിയിട്ടില്ല. കാരണം ജീപ്പിലാണ് എല്ലാവരും വരുത്ത്. കണ്ട റോഡിൻ്റെ അവസ്ഥ. ഇത് ഇതിന് വേണ്ടിയിട്ട് ഓഫ് റോഡിന് വേണ്ടിയിട്ടായിട്ട് ചെറിയ രീതിയിൽ ആളെ കണ്ടതാ. വഴി അന്വേഷിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് താഴെ നിന്ന് കാണുന്നുണ്ട്. ഒരു രസം ഇങ്ങനെ ആമപ്പാറ വരെ നടന്നു പോകാൻ പറ്റൂല എന്നെല്ലാവരും പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ഒരു കൈ നോക്കാമെന്ന് വിചാരിച്ചു. നടന്ന് നമ്മളിവിടം വരെ എത്തി. ഇതേ പശു. ഇതൊരു ചെറിയൊരു വ്യൂ ആണ് ആമപ്പാറയുടേത്. യോ 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 വാ. ആമപ്പാറയുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, ആ ടോട്ടോയ്സ് കാണുന്നില്ലേ, ഓക്കെ. അത്രയൊന്നും 2 കിലോമീറ്ററേ ഉള്ളൂ. കൂളാണ്. ഇവിടെ എത്തിയപ്പോൾ അന്ന് ഇവിടുത്തെ ആളാണെന്നും അറിയില്ല. അധികം നേരം നിൽക്കണ്ടെന്നും പുലിയുണ്ട് എന്നൊക്കെ പറയും. നാട്ടുകാരൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് നടക്കാൻ പറ്റുമോ എന്നറിയുമോന്ന്. നടക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഒറ്റയ്ക്ക് ഇനി വ്യൂ പോയിന്റ് നോക്കാം. കുറച്ച് അങ്ങോട്ടാണ്. ഇതാണ് ആമപ്പാറ. ഇപ്പോൾ രാത്രിയായി, ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇത് നൈറ്റിൽ നിന്ന് ഇങ്ങനെ നടന്ന് വന്നതാണ്. കഴിഞ്ഞ വർഷം വന്നത് തന്നെയാണ് ഈ ആമപ്പാറയുടെ ഇത് കാണാൻ. അവിടെ ആളുകൾ പോകുന്നതിൻ്റെ എന്ത് ഡേഞ്ചറസ് ആണ്. മുഖത്ത് ഇന്നലെ വിടണമായിരുന്നു കേട്ടാ. ഇന്നലെ അതിലെ കൂടെ കയറ്റി ഞങ്ങൾക്ക് വിടണം. ഇപ്പൊ അപ്പം പോകണം. അയ്യാരിൽ വരെ പ്രസാദുണ്ട്. എന്ത് ഭീകരാന്തരീക്ഷം നോക്കി. ഓ മൈ ഗോഡ്, സോ നാരോ വേ. ഞാൻ ഇതിലൂടെ ഇതിൻ്റെ അപ്പുറം കടന്നവനാണ് ഈ KK ജോസഫ്. എൻ്റെ പൊന്നോല ഈ വഴിയിലിടാണ്. ഇതാണ് നമ്മുടെ ആമപ്പാറയുടെ ആ ഒരിത്. ഷാമോ, ഇതൊരാഴാ നോക്കി. ആമപ്പാറ
ഗുഹ. ഹലോ, ഈ നേരോ വഴിയിലൂടെ നമ്മൾ ഇറങ്ങിയിട്ട് അപ്പുറത്തെത്തണ്ട്. ആൾക്കാർ വരുന്നത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാൻ. പാറ കണ്ടു. ഇനി നമ്മൾ താഴെ ഇറങ്ങാണ്. ഇനി താഴെ നിന്ന് നടക്കണം. ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, നല്ല സ്ലോപ്പായിരിക്കും. പോയി നോക്കാം.